ഹേ ഗൈസ്, ഇന്ന് നമുക്ക് പ്രദീപും മമിതയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഡ്യൂഡ് എന്ന തമിഴ് ചിത്രത്തിന്റെ കഥ കേട്ടാലോ? സിനിമയുടെ തുടക്കം നായകനായ അകനെ കാണിക്കുന്നു. അകൻ തന്റെ കാമുകിയുടെ വിവാഹത്തിന് പോകുന്നു. തേച്ചിട്ട് പോയ കാമുകി എന്ന് പറയാം. കാമുകിയോട് നീ എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത് എന്നതിന് അവൾക്ക് മറുപടിയില്ലായിരുന്നു. ഉടനെ അകൻ കാമുകിയുടെ താലിമാല പൊട്ടിച്ചെടുക്കുന്നു. അറിയാതെ സംഭവിച്ചു പോയതാ. അവിടെ നിന്നും തുടങ്ങുന്നു അകന്റെ താലിമാല പ്രശ്നം. പെൺകുട്ടിയുടെ വീട്ടുകാർ അകനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. അകനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നതിനായി വന്നതോ മാമന്റെ മകളായ കുറൽ, അതായത് നമ്മുടെ കഥാനായിക. അകന്റെ മാമൻ, അതായത് കുറലിന്റെ അച്ഛൻ മിനിസ്റ്ററാണ്. ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അകനെ റിലീസ് ചെയ്യും. അകന്റെ ജീവിതത്തിൽ അവൻ ഓരോരോ പെൺകുട്ടികളെ പ്രണയിക്കും. പക്ഷേ അവരൊക്കെ അവനെ ഇട്ടിട്ട് പോവും. അകന്റെ കാര്യം മാമൻ അറിയുകയാണ്. മാമൻ അവനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുമെങ്കിലും തനിക്ക് ഇഷ്ടമുള്ള കാര്യമേ താൻ ചെയ്യൂ എന്ന രീതിയിലാണ് അകന്. അകന്റെ ജോലി എന്തെന്നാൽ ബർത്ത്ഡേ, ആനിവേഴ്സറി എന്നിവയൊക്കെ സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള കമ്പനിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. കുരലും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ അവർ മുന്നോട്ട് പോകും. ഇവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എന്നാൽ ഒരാണിനും പെണ്ണിനും അധികകാലം കൂട്ടുകാരായി തുടരാൻ ആകില്ലല്ലോ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സമയമായി. ശേഷം കുരൽ അവനെ പ്രപ്പോസ് ചെയ്യുന്നു. സത്യത്തിൽ കുരലിന് അകനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളുടെ പ്രപ്പോസൽ അവൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ പിന്നീടാണ് അവളെ ഞെട്ടിക്കുന്ന കാര്യം അകൻ പറയുന്നത്. എനിക്ക് നിന്നോട് പ്രണയമൊന്നുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നീ നാണം കെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അപ്പോൾ പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്തത്. അത് കേട്ടതും കുരൽ തകർന്നു പോകുന്നു. പക്ഷേ അകനാണെങ്കിലോ പഴയതുപോലെ ഹാപ്പിയാണ്. ഈ കാര്യം അറിയുമ്പോൾ കൂട്ടുകാർ അവനെ ഒരുപാട് വഴക്ക് പറയുമെങ്കിലും അവൻ മൈൻഡ് ചെയ്യില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ കുരലിനെ അവൻ വല്ലാതെ മിസ് ചെയ്യുവാൻ തുടങ്ങും. എവിടെ നോക്കിയാലും അവളുടെ ഓർമ്മകൾ. അവളെ റിജക്റ്റ് ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നാനും തുടങ്ങി. കുരലാണെങ്കിൽ അതിനുശേഷം അവനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഉടനെ വന്ന് മാമനോട് കാര്യം പറഞ്ഞു. അവൾ ഇവിടെ ഇല്ലെന്നും ലവ് ഫെയിലിയർ ആയതല്ലേ, സമാധാനത്തിന് വേണ്ടി അവൾ വിദേശത്തേക്ക് പോയി എന്നും മാമൻ പറയുന്നു. എന്നാൽ അകൻ തനിക്ക് കുരലിനെ ഇഷ്ടമാണെന്ന് മാമനോട് പറയുന്നു. കുരൽ വന്നാലുടൻ തന്നെ നമുക്ക് കല്യാണം നടത്താനെന്നും മാമൻ കുരലിനെ വിളിച്ചു അകൻ വന്ന കാര്യവും നടന്ന കാര്യവും ഒക്കെ പറയുന്നു. കല്യാണ ഒരുക്കങ്ങളും ആരംഭിച്ചു. അകന് കുരലിന്റെ കണ്ണിൽ നോക്കി സോറി പറയണം. അതിനുവേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. കല്യാണ ഒരുക്കങ്ങളൊക്കെ ആയതിനാൽ കുരൽ മടങ്ങി വരികയാണ്. കുരൽ എന്നാൽ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം അകനോട് പറയുന്നു. കുരലിന് മറ്റൊരാളെ ഇഷ്ടമാണ്. സ്നേഹം എവിടെ കിട്ടുന്നോ അവിടേക്ക് മനസ്സ് പോകുമെന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒടുവിൽ അകൻ കുരലിനെയും കാമുകനെയും ഒന്നിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. എന്താല്ലേ, എന്തിന് ഞാൻ ഇതൊക്കെ ചെയ്യണമെന്ന് ചിന്ത വരുമ്പോഴോ അകൻ കുരലിനോടൊരു കാര്യം പറയും. നീ എന്നെ ഇഷ്ടമല്ലെന്ന് മാമനോട് പറഞ്ഞാൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് അകൻ പറയുന്നു. കുരൽ അങ്ങനെ തന്നെ ചെയ്യുന്നു. തനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്നും അവൾ പറയുന്നു. ഇത് കേട്ട അച്ഛൻ, അതിനെന്താ, നിനക്ക് ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യാം, ഞാൻ നടത്തിത്തരും. ആ പയ്യനെ കൂട്ടിക്കൊണ്ടുവരാനും അച്ഛൻ അവളോട് പറയുന്നു. അതെല്ലാം കണ്ടുനിന്ന അകൻ ഇതെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കും. അപ്പോഴാണ് മാമൻ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയുന്നത്. എന്താന്നല്ലേ, പയ്യന്റെ ജാതി ചോദിക്കുന്നു. അവരെക്കാൾ താഴ്ന്ന ജാതിയായിരുന്നു അവൾ പറഞ്ഞത്. അത് നടക്കില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ കുരൽ അച്ഛനെ എതിർക്കുന്നു. തൻ്റെ സഹോദരിയെ കൊല്ലാനാവുമെങ്കിൽ മകളെ കൊല്ലാൻ പാടില്ല എന്നായിരുന്നു മാമന്റെ മറുപടി. സത്യം എന്തെന്നാൽ താഴ്ന്ന ജാതിയിൽ വിവാഹം കഴിച്ചതിൻ്റെ സഹോദരിയെ ഇയാൾ കൊല്ലുകയായിരുന്നു. അത്രയ്ക്ക് ജാതി തലയ്ക്ക് പിടിച്ച ആളാണ് ഈ മാമൻ. ഇതെല്ലാം കേട്ടപ്പോൾ കുരലിന് പേടിയാകുന്നു. അവളുടെ കാമുകനെ കൊല്ലുമെന്ന ഭയമായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ അത് വെറുമൊരു പ്രാങ്കാണ് എന്ന് അകൻ മാമനോട് പറയുന്നു. മാമനും പറഞ്ഞത് പ്രാങ്കാണെന്ന് പറഞ്ഞാണ് പോകുന്നത്. പക്ഷേ അതൊരു പ്രാങ്കല്ല എന്നുള്ള കാര്യം അവൻ അറിയാമായിരുന്നു. റിസപ്ഷൻ നടക്കുമ്പോൾ പയ്യനെ കൂട്ടിക്കൊണ്ടുവരാനും ബാക്കിയൊക്കെ അവിടെ വച്ച് പ്ലാൻ ചെയ്യാമെന്നും അകൻ പറയുന്നു. അടുത്ത ദിവസം കാമുകൻ എത്തുകയാണ്. അവർ മൂവരും ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് ഈ നാട് വിട്ടു പോയാലോ എന്നവർ ആലോചിക്കുന്നു. അപ്പോഴാണ് കല്യാണത്തിന് എത്തിയ എല്ലാ സ്റ്റേറ്റിലെ മിനിസ്റ്റർമാരെയും മാമൻ പരിചയപ്പെടുത്തുന്നത്. അതോടെ ഒരു സ്റ്റേറ്റിലും പോകാനാകില്ല എന്ന കാര്യം അവർ മനസ്സിലായി. വിദേശത്ത് പോകാമെന്ന് കരുതിയാലോ, കാമുകന് പാസ്പോർട്ടുമില്ല. ഉടനെ അകൻ കാമുകനെ വഴക്ക് പറയുന്നു. ഒരു കാര്യം ചെയ്യാം, പാസ്പോർട്ട് കിട്ടാനായി 2 മാസം എടുക്കും. അതുകൊണ്ട് അകൽ കുരലിനെ കല്യാണം കഴിക്കണം. പാസ്പോർട്ട് കിട്ടിയാലുടൻ കുരലിനെ കൂട്ടി ഇവിടെ നിന്ന് പോകാമെന്ന് കാമുകൻ പറയുന്നു. പക്ഷേ അകൻ അതിന് തയ്യാറാകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്കിട്ട് പണി തരാനാണോ എന്ന് അകൻ ചോദിക്കുന്നു. ഒടുവിൽ കുരലിന്റെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞ് അകൻ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നു.
അടുത്ത ദിവസം കല്യാണമാണ്. അങ്ങനെ അവരുടെ കല്യാണം കഴിയുന്നു. മാമൻ ഒരുപാട് സന്തോഷവുമായി. മാസങ്ങൾ കടന്നുപോയി. പാസ്പോർട്ടും കിട്ടി. വിസ ആവശ്യമില്ലാത്ത തായ്ലൻഡിലേക്ക് പോവാനാണ് അവർ തീരുമാനിച്ചത്. മെഡിക്കൽ ടെസ്റ്റ് എടുക്കുമ്പോഴാണ് കുരൽ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിയുന്നത്. അത് കേട്ട അകൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ ഉത്തരവാദി കാമുകനായിരുന്നു. രണ്ടുപേരും കൂടി എനിക്കിട്ട് പണി തന്നല്ലേ എന്ന മട്ടിൽ നിൽക്കുകയാണ് അകൻ. അതോടെ തായ്ലൻഡിൽ പോകാൻ പറ്റാതെയായി. അബോർഷൻ ചെയ്യാനുള്ള തീരുമാനത്തിൽ അവർ എത്തുന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴോ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്താൽ പിന്നീട് കുരലിന് ഒരിക്കലും ഒരമ്മയാകാൻ പറ്റില്ല എന്നറിയുന്നു. വേറെ വഴിയില്ലാതെ കുഞ്ഞിനെ പ്രസവിക്കാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ 9 മാസത്തിന് ശേഷം കുരൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. മാമനും ഒരുപാട് സന്തോഷമായി. അങ്ങനെ കുരലിനെ ഇപ്പോഴും ഇഷ്ടമാണ്. ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവൻ വളർത്തുന്നതും. ഇതൊക്കെ കാണുന്ന അകന്റെ കൂട്ടുകാരൻ കുരലിനെ കണ്ട് കുറച്ച് കാര്യം പറയും. ആദ്യം നീ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ വേണ്ടാന്ന് വെച്ചെങ്കിലും പിന്നീട് അവന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോഴേക്കും നിനക്ക് മറ്റൊരാളെ ഇഷ്ടമായി. ഇന്ന് നിന്നെ അവന് ഒരുപാട് ഇഷ്ടമാണ്. നിന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവൻ നോക്കുന്നത്. അതോടെ തനിക്ക് വേണ്ടി അവൻ അവന്റെ ലൈഫ് പാഴാക്കി കളയുന്നു എന്ന ചിന്ത അവൾക്കുണ്ടാകുന്നു. അതുകൊണ്ട് അവൻ ഒരു പെണ്ണിനെ സെറ്റാക്കി കൊടുത്തിട്ടേ തായ്ലൻഡിലേക്ക് പോകൂ എന്ന് തീരുമാനിച്ച് മാട്രിമോണിയിൽ പെണ്ണ് നോക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ ഒരു പെണ്ണിനും അകനെയും ഇഷ്ടമാകുന്നില്ല. അകൻ ആരെയും ഇഷ്ടമാകുന്നില്ല. അതല്ലേ കുരൽ തിരികെ പോകണമെങ്കിൽ തനിക്കൊരാൾ സെറ്റാകണമെന്ന് മനസ്സിലാക്കിയ അകൻ തൻ്റെ ഓഫീസിലുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് തനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. പക്ഷേ അവർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ അകനും കുരലും ഡിവോഴ്സ് ആകണമെന്ന കാര്യം കുരലിനറിയാം. അങ്ങനെ കുരൽ ഡിവോഴ്സിനായി ട്രൈ ചെയ്യുന്നു. ഈ കാര്യം മാമൻ അറിയുകയാണ്. മാമൻ സീനാണേ. മാമൻ അകനോട് കാര്യം തിരക്കുമ്പോൾ കുരലിനെ തനിക്ക് ഇഷ്ടമല്ലെന്നും കൂടെ ജീവിച്ച് മടുത്തു എന്നും അകൻ മാമനോട് പറയുന്നു. അതോടെ മാമൻ അകനെ തല്ലിച്ചതച്ച് പുറത്താക്കുന്നു. നമ്മുടെ ജാതിക്കാരനെ തന്നെ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവരുമെന്നും കുരലിനോട് മാമൻ പറയും. മാമൻ അകനെ കൊല്ലാനായി ആളിനെ അയക്കുകയാണ്. ഇതറിയുന്ന കുരൽ എല്ലാ സത്യവും മാമനോട് പറയുന്നു. കുരലിന്റെ കാമുകനെ കൊല്ലാനായി മാമൻ തീരുമാനിക്കുന്നു. കുരൽ ഒരുപാട് കെഞ്ചുകയാണ്. എന്നാൽ ശരി, നിന്റെ കാമുകനെ കൊല്ലുന്നില്ല, നിന്റെ കുഞ്ഞിനെ കൊല്ലാം എന്നും പറഞ്ഞ് മാമൻ കുഞ്ഞിനെയും എടുത്ത് ഒരു കാട്ടിലേക്ക് പോകുന്നു. ഈ വിവരം അറിഞ്ഞ് അകൻ തന്നെ കൊല്ലാൻ വന്നവരെയെല്ലാം അടിച്ചിട്ടിട്ട് മാമന്റെ അടുത്തേക്ക് ഓടുന്നു. അപ്പോൾ മാമൻ കുഞ്ഞിനെ വെടിവെച്ച് കൊല്ലാനായി തോക്ക് കുഞ്ഞിന്റെ തലയിൽ വെച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും വലിയ ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്നു. അതോടെ മാമന് അറ്റാക്ക് വന്ന് താഴെ വീണ് ബോധം പോവുകയും ചെയ്യുന്നു. എന്തൊരു കഥയല്ലേ. കണ്ണു തുറക്കുമ്പോൾ മാമൻ ഹോസ്പിറ്റലിലായിരുന്നു. ഡോക്ടേഴ്സിനോട് നന്ദി പറയുമ്പോൾ എനിക്കല്ല, ആ കുഞ്ഞിനോടാണ് നിങ്ങൾ നന്ദി പറയേണ്ടത്. കുഞ്ഞ് ഇഴഞ്ഞ് റോഡിലെത്തിയപ്പോഴാണ് ആളുകൾ കുഞ്ഞിനെ കണ്ടതും നിങ്ങളുടെ അടുത്ത് അവർ എത്തിയതും ഹോസ്പിറ്റലിൽ നിങ്ങളെ എത്തിച്ചതും. അതോടെ കുഞ്ഞിനോട് ചെയ്ത തെറ്റ് ഓർത്ത് മാമൻ ഒരുപാട് സങ്കടപ്പെടുന്നു. ഒടുവിൽ കുരലിനെയും കാമുകനെയും കല്യാണം കഴിപ്പിക്കുകയാണ്. പക്ഷേ മാമനെ രക്ഷിച്ചത് കുഞ്ഞായിരുന്നില്ല. തക്ക സമയത്ത് അവിടെ എത്തിയ അകനായിരുന്നു. കുഞ്ഞാണ് രക്ഷിച്ചത് എന്ന് അവൻ വരുത്തി തീർക്കുകയായിരുന്നു. കാരണം ആ കുഞ്ഞിനോടും കുരലിനോടും കാമുകനോടും ഉള്ള മാമന്റെ ദേഷ്യം മാറ്റാനായിരുന്നു അകൻ അങ്ങനെയൊക്കെ ചെയ്തത്. കുരൽ തന്റെ കാമുകനോടൊപ്പം കുഞ്ഞിനെയും കൂട്ടി തായ്ലൻഡിലേക്ക് പോവുകയും ചെയ്തു. അകൻ അങ്ങനെ ഒറ്റയ്ക്കായി. ഒടുവിൽ തന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയെ ഇഷ്ടമാണെന്ന് വെറുതെ പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയെ തന്നെ അവസാനം അകൻ വിവാഹം കഴിക്കുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടിപൊളി അടുത്ത ഒരു കഥയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ഇറ്റ്സ് മീ അനഘ. ബൈ.